ഗിസ് രാവിലെ നമ്മൾ വീട്ടിൽ വെറുതെ നിന്നപ്പോഴാണ് നമ്മളെ കൂട്ടുകാരനായ ബ്രൈഡോൻ വിളിച്ചത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ എയർപോർട്ടിൽ, നമ്മൾ ഇവിടെ അടുത്തായിട്ട് എയർപോർട്ടിൽ അവൻ ഏതൊരു ബസ് കൊണ്ടുവന്നിട്ടേക്കുന്നു. ആ ബസ് എടുത്തിട്ട് നമ്മുടെ കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവൻ നമുക്ക് പൈസ തരുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ എയർപോർട്ടിലോട്ട് പോകാം ഗൈസ്. ചേട്ടാ ഒന്ന് മാറി ഇന്നൂടെ. സോറി ഏട്ടാ, അറിഞ്ഞില്ല ഗൈസ്. നമ്മളെ വണ്ടിക്ക് ബ്രേക്ക് കുറവാണ് ഈയിടെയായിട്ട്, വളരെ മോശമാണ്. നമ്മളെന്തായാലും നമ്മുടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും എയർപോർട്ടിൽ എവിടെയെങ്കിലും വണ്ടി കയറ്റിയിട്ട് ഒതുക്കി നിർത്താം. എന്നിട്ട് നമുക്ക് ബസ്സിനെ കണ്ടുപിടിക്കാം, ഏത് ബസ്സാണോ എന്തോ ഗൈസ്. നമ്മളിവിടെ വണ്ടി ഒതുക്കി നിർത്താം ഗൈസ്. നമ്മുടെ ജയ്ഗുരുവിൻ്റെ ബസ്സായിരുന്നു. നല്ല ഇടിയും മഴയൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടീനെ മെയിൻ റോഡിൽ ഇറക്കാം. നമ്മളങ്ങനെ മെയിൻ റോഡിൽ ഇറക്കിയിട്ടുണ്ട്. വണ്ടീനെ കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു കാര്യം ഇപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മുടെ കൊമ്പൻ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കമൻറ്റിൽ കൊമ്പൻ ഫാൻസ് ഒന്ന് അറിയിക്കണേ. പിന്നെ നമ്മുടെ ജയ്ഗുരു ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് ജയ്ഗുരു ഫാൻസ് ഒന്ന് അറിയിക്കണേ. നമ്മുടെ അകത്ത് വലിയ ഒരു ഇതൊന്നുമില്ല, കാണാൻ നല്ല രസമൊന്നുമില്ല. നമ്മുടെ അകത്ത് ഒരു ചെറിയ മോഡലായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. അവൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇവിടെ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് ഒരു സ്ഥലമുണ്ട് പാർക്ക് ചെയ്യുന്ന, അവിടെ കൊണ്ടുപോയി നീ ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് പൈസ തരാമെന്നാണ് പറഞ്ഞത് ഗൈസ്. നമ്മളങ്ങനെ ഒരുവിധം സ്ഥലം എത്താറായി. നമുക്കെന്തായാലും പതുക്കെ വണ്ടി എടുത്ത് പോകാം ഗൈസ്. പിന്നെ നമുക്ക് പൈസ കിട്ടിയിട്ട് വേണം എനിക്കൊരു സൈക്കിൾ എടുത്ത് ഒരാൾക്ക് കൊടുക്കാൻ. എന്തായാലും നമുക്ക് വണ്ടി ഓട്ടിച്ച് അങ്ങോട്ട് പോകാം ഗൈസ്. ഇവിടെ എന്താ ഭയങ്കര വണ്ടിയാണ് ഗൈസ്. നമ്മളങ്ങനെ ലാസ്റ്റ് നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലം. നമുക്ക് എന്തായാലും വണ്ടി തട്ടയും മുട്ടയും ചെയ്യാതെ കയറ്റിയിടാം ഗൈസ്. പറഞ്ഞില്ല അതിന് മുമ്പേ നമ്മളെ വണ്ടി തട്ടി. ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. അപ്പുറത്തേതൊരു കാറൊക്കെ കിടക്കുന്നു ഗൈസ്. നമുക്കെന്തായാലും ഇവിടെ മഞ്ഞ ലൈനിൽ സേഫായിട്ട് കയറ്റിയിടാം. നമ്മുടെ വണ്ടിയുടെ ലൈറ്റൊക്കെ കണ്ട് ആൾക്കാരൊക്കെ അതിശയിച്ചു പോവുകയാണ് ഗൈസ്. നമുക്കെന്തായാലും വണ്ടി ഇതിനകത്തോട്ട് കയറ്റിയിടാം. ഇത്തിരി പാടാണ്. നോക്കട്ടെ. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എല്ലാവരും ഒന്ന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബസ്സിൻ്റെ പേരൊന്ന് അയക്കണേ. നമ്മളങ്ങനെ വണ്ടി ഒതുക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാര്യം ഒന്ന് വിളിച്ച് അവനെ ഒന്ന് അറിയിക്കാം ഗൈസ്. നമുക്കെന്തായാലും ഒന്ന് വിളിച്ചിട്ട് വരാം ഗൈസ്. നമ്മളങ്ങനെ അവനെ വിളിച്ചായിരുന്നു. അവൻ പറഞ്ഞത് വണ്ടി അവിടെ ഒതുക്കി ഇരുത്തിയിട്ട് നീ പൊക്കോളാൻ ഗൂഗിൾ പേയിൽ പൈസ അയക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് നമ്മളെ വീട്ടിലോട്ട് പോകാം ഗൈസ്. നമ്മളങ്ങനെ ലാസ്റ്റ് നമ്മുടെ വീട്ടിനടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ നമ്മളെ എയർപോർട്ടിലാണ് വന്നത്. നമ്മളെ വീട്ടിലോട്ട് പോകുന്നില്ല, നമ്മളെ വണ്ടി ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് എന്തായാലും ടാക്സിന്ന് ഇറങ്ങാം. ചേട്ടാ പൊക്കോ. പൊക്കോ ചേട്ടാ. നമ്മളങ്ങനെ ചേട്ടനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മളെ വണ്ടി എടുത്തിട്ട് നമ്മളെ വീട്ടിലോട്ട് പോവാം. ഇപ്പം നമ്മളാണെങ്കിൽ ആകെപ്പാട് കുഴഞ്ഞു. നമുക്കാണെങ്കിൽ അവൻ ഒതുക്കിയിട്ടേന് ഒരു 1000 രൂപയെ തന്നോളൂ ഗൈസ്. എന്താ പറയാനാ, കഷ്ടപ്പാടിൻ്റെ ഇത് തന്നെ ഗൈസ്. ബാക്കി പൈസ അവൻ പിന്നെ തരാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൈക്കിൾ എടുക്കാൻ പറ്റില്ല ഗൈസ്. ഇനിയിപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം ഗൈസ്. ഇവിടെ എങ്ങാനും കട കാണുമോ അറിയാൻ വയ്യ. നമുക്കെന്തായാലും വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോവാം ഗൈസ്. നമ്മളങ്ങനെ വീട്ടിനടുത്ത് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു സൈക്കിൾ കട കാണുന്നു. ഇന്നലെ ഈ കട ഇവിടെ ഇല്ലായിരുന്നു. എങ്ങനെ വന്നോണ്ട് ഇന്നങ്ങനെ സെറ്റ് ചെയ്തതായിരിക്കും. എന്തായാലും ഗൈസ് നമ്മളെ കയ്യിൽ പൈസ ഇല്ല. നമ്മളെ വണ്ടി എടുക്കണമെങ്കിൽ പൈസ വേണം, അല്ലാതെ എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുക, സൈക്കിൾ എടുക്കണോ വേണ്ടേന്ന് നമുക്ക് തീരുമാനിക്കാം. അടിച്ചു മാറ്റണോ വേണ്ടേന്നില്ലേന്ന്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മൾ അകത്ത് കയറി കിടന്ന് ഉറങ്ങാം ഗൈസ്. നമ്മളെ ഇന്നത്തെ ഇവിടുത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ജയിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് എന്തായാലും AC ഉണ്ടാക്കി കിടന്നു.